വയനാട്ടിലും കോഴിക്കോടും പാലക്കാടും മലപ്പുറത്തും ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായത് ഭൂകമ്പമല്ലെന്നും എന്നാൽ മറ്റ് കാരണങ്ങൾ കണ്ടെത്താൻ വ്യക്തമായ പരിശോധന വേണമെന്നും ഭൗമശാസ്ത്രജ്ഞർ ഭയാനകമായ ശബ്ദവും കുലുക്കവും കേട്ടുവെന്നാണ് പരിസരവാസികൾ പറയുന്നതെങ്കിലും ഭൂമിയുടെ ഉപരിതലത്തില് അതിന്റെ നാശനഷ്ടവും തീവ്രതയും കണ്ടെത്തിയിട്ടില്ല. ഈ സാഹചര്യത്തില് 4 ജില്ലകളിലും അനുഭവപ്പെട്ടത് ഭൂകമ്പമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് കേരള സർവകലാശാല ജിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ.എസ്. സജിൻകുമാർ മാധ്യമത്തോട് പറഞ്ഞു. സോയില് പൈപ്പിംഗ് ആകാം ശബ്ദത്തിന് കാരണം. കൂടുതൽ പരിശോധനകളിലൂടെ മാത്രമേ ഈ പ്രതിഭാസം സ്ഥിരീകരിക്കാനാകൂവെന്നും സജിൻകുമാർ അറിയിച്ചു. ഭൂമിക്കടിയില് മണ്ണൊലിപ്പുണ്ടാകുന്ന പ്രതിഭാസമാണ് സോയില് പൈപ്പിംഗ് അഥവാ കുഴലീകൃത മണ്ണൊലിപ്പ്. ഉറപ്പ് കുറഞ്ഞ മണ്ണുള്ളിടത്ത് ശക്തമായി പെയ്ത് ഭൂമിക്കടിയിലേക്കിറങ്ങുന്ന വെള്ളം നദിയൊഴുകുന്നത് പോലെ നിരവധി കൈവഴികളായി രൂപപ്പെടുന്നു. അതിലൂടെ ദൃഢത കുറഞ്ഞ കളിമണ്ണും ദ്രവിച്ച പാറക്കഷണങ്ങളും ഒഴുകി മലയുടെ അടിവാരത്തേക്ക് ടണലിലൂടെ എന്ന പോലെ നിക്ഷേപിക്കപ്പെടുന്നു. ഇതോടെ ഭൗമാന്തർഭാഗത്ത് തുരങ്കങ്ങൾ രൂപപ്പെടുകയും ഇതിലൂടെ ഒരു പ്രദേശം മുഴുവന് ദുർബലമാവുകയും മലയിടിച്ചിലിന് കാരണമാവുകയും ചെയ്യും. സോയില് പൈപ്പിംഗ് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളില് തീവ്രമാണെന്ന് തിരുവനന്തപുരം ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രം മുൻ ശാസ്ത്രജ്ഞൻ ജി. ശങ്കരന്റെ നേതൃത്വത്തില് നടത്തിയ പഠനത്തില് കണ്ടെത്തിയിട്ടുണ്ട്. വയനാട്, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും സോയില് പൈപ്പിംഗ് വ്യാപകമാണ്. കാസർഗോഡ് 29, കണ്ണൂർ 17, മലപ്പുറം 24, വയനാട് 26 എന്നിങ്ങനെയാണ് സോയില് പൈപ്പുകൾ കണ്ടെത്തിയത്. മിക്കതും മനുഷ്യന് ഇറങ്ങാവുന്ന വലുപ്പമുള്ള തുരങ്കത്തിന് സമാനമായവയാണെന്നും പഠനത്തില് പറയുന്നു. ജില്ലകളിലുണ്ടായത് ഭൂകമ്പമല്ലെന്നും പേടിക്കേണ്ട സാഹചര്യമില്ലെന്നും ദേശീയ ഭൂകമ്പ പഠന കേന്ദ്രം ഡയറക്ടർ ഒ.പി. മിശ്ര അറിയിച്ചു. ഉരുൾപൊട്ടല് ഉണ്ടാവുന്ന മേഖലകളില് സാധാരണയായി പാറകളുടെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കും. ഈ പാറകൾ സ്ഥിരതയാർജിക്കുന്നതിന് വേണ്ടി സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഈ ശബ്ദമാണ് പ്രകമ്പനം പോലെ തോന്നുന്നത്. ഉരുൾപൊട്ടലിന് ശേഷം ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം പ്രകമ്പനത്തെക്കുറിച്ച് പരിശോധിച്ചു വരുന്നതേയുള്ളൂവെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരള ഘടകം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ വി. അമ്പിളി പറഞ്ഞു.